നമ്മളെ ചെക്കന് വണ്ടിയിൽ നാട്ടിലത്തെ ഒരു വണ്ടി കണ്ടുവരും. ആ വണ്ടിയിൽ കുറച്ച് മലയാളി കൊമ്പിളറിട്ട് വരും. ഒന്നും കൂടി കാണണം പറഞ്ഞാലും നല്ല അടിപൊളി മഴ. ഫുള്ള് മഴ. എനിക്ക് തല്ലോ എന്തോ വളവില്ലൊരു ചെറിയൊരു പ്രശ്നം. സാധാരണ ഈ ഓറഞ്ച് കളർ പൂച്ച, പ്രത്യേകിച്ച് ഈ മെയിൽ പൂച്ച ഭയങ്കര ഡേഞ്ചറസ് പൂച്ചയാണ്. ഇതിനപ്പുറം ഡേഞ്ചറസ് വേറെ സാധനമില്ല. പട്ടീനെ പിന്നെ വിശ്വസിക്കാം, ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇതിന്റെ ക്യാരക്ടർ എന്തോ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. കൈഫാല ബീബി. അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്നു. മംഗലാപുരത്തിൻ്റെ കസിൻ്റെ വീട്ടിൻ്റെ ഹൗസ് വാമിങ് ഉണ്ട്. അപ്പോൾ ആരെല്ലാം ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് എല്ലാവരും, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കുറ്റിയും പറിച്ച് മംഗലാപുരത്തേക്ക് പോകുന്നു. എങ്ങനെ പോകുന്നു? എന്താ അവിടെ കിടക്കുന്നു ആ കാറിൽ, അങ്ങനെ കാണലല്ലേ, അതേ കാറ്, ലാസ്റ്റ് വീട്ടിലെ സെയിം കാറിൽ പോകുന്നു. ടാറ്റ സുമ്പ അല്ല ബ്രോ, അത് ടാറ്റ ഹെക്സ. നോട്ട് വിസിബിൾ ഉണ്ട്. ജിമ്മ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 8 മണിക്ക് പോകുന്നു പറഞ്ഞാണ്. 8 മണിക്ക് പോകുന്നു പറഞ്ഞാൽ 8:30 ജിമ്മിൽ നിന്നുണ്ട്. എന്തൊക്കെ കാണാൻ തോന്നുന്നു, എന്തൊക്കെയായിരുന്നു 8 മണിക്ക് പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാലും വിടുന്നാലും ഇറങ്ങൂല. നമ്മൾ ചെക്കനെ പെണ്ണ് നോക്കുന്നുണ്ട്. ചെക്കനെ കല്യാണം കഴിക്കേണ്ട പ്രായമായി. ഇന്നലെ കാര്യം ചെക്കനെ ഇന്നലെ തെളിയിച്ച്. ഇന്നലെ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായതുണ്ടായിരുന്നു. പിന്നെ ആ റോട്ടിൽ എങ്ങോട്ടും പായത് നമുക്ക് എന്താ അറിയില്ല. മോൻ കണ്ടില്ലേ, നാണം കണ്ടില്ലേ. അപ്പോൾ ഉത്തമ ജാതകം ഗോൾഡൻ റിട്രീവർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആ ഫീമെയിലിൻ്റെ പിന്നെ മെയിലും നമ്മൾ അത്രക്കാരൻ ഫുൾ ഡിപ്രസ്ഡ് ആൻഡ് ഡെസ്പറേറ്റ് ഫോർ ലവ്, seeking good love. No situationship that ship this ship and all. He want the good love. അല്ലേ ബ്രോ ടോബി? കാറിൽ വേണ്ടത്ര സ്ഥലമുണ്ട്. എന്താ ഇവിടെ സ്ഥലമുണ്ട്, ബാക്ക് സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ മുമ്പ് തന്നെ ഇരിക്കണം. പോകും എനക്ക് മുമ്പിൽ ഇരിക്കണം എന്തെങ്കിലും. എല്ലാ കാര്യം മുകളിൽ പോകുന്ന നൈസ് റോഡ്, അതിന് മുകളിൽ മെട്രോ. ഇത് മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് പോകുന്ന റോഡ്. മൊത്തം ബ്ലോക്ക്. അങ്ങനെ സക്സസ്ഫുള്ളി മൈസൂർ എക്സ്പ്രസ് ഹൈവേ അവിടെ ദൂരെ മൈസൂർ എക്സ്പ്രസ് ഹൈവേ. Current mileage is 14.1. It was 13.5. We pushed it to 14.1. Now our target is to push it to 16 before reaching the exit of Mysore Express Highway. Let's see how much we can push. So we still have 3/4 of the distance to travel. We already achieved 15 km. So I am thinking we can achieve more than our target 16. It is already 15. You can see, right? It's already 15. So let's target 18 this time. I'm thinking we can target 18. So now instead of doing it manually, we put it to cruise control. Now see, it went to 16.1. So we already reached our target. It is at 16.1 right now. By the end of this express highway, I am expecting it will go to 18 kmpl in exam. നമ്മളെ ചെക്കന് വണ്ടിയിൽ നാട്ടിലത്തെ ഒരു വണ്ടി കണ്ടുവരും. ആ വണ്ടിയിൽ കുറച്ച് മലയാളി കൊമ്പിളറിട്ട് വരും. ഒന്നും കൂടി കാണണം എന്ന് പറഞ്ഞാലും ഞാൻ ഒരാൾക്ക് മൈലേജ് വെച്ച് നടന്നതാണ്. അപ്പം ഇൻ ദ സെർച്ച് ഓഫ് ഗേൾസ് വി ലോസ്റ്റ് അവർ ടാർഗറ്റ്. So we are chasing our target. ഞാനല്ല, I am just helping him chase the target. But target is in the car. AR35 ഏതാണ്ട് അറിയില്ല ബ്രോ. I don't know. AR35. Our initial target of 16.5 was realistic. We crossed that. We reached 16.7. And whatever target we set after that, 18 and 19 won't work out until we change the clutch plate and the timing pulley, driving belt down. Timing pulley. Timing belt. Okay, timing belt. So finally we reached Sagarkette. This is actually KRS backwaters. നമ്മളിപ്പോൾ KR നഗർ എത്തി. KR നഗർ നമ്മളൊരു റിലേറ്റീവ് വീട്ടിലേക്ക് എത്തി. ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് ചോറ് കഴിക്കും. അങ്ങനെ നമ്മൾ ചോറിന്റെ പൈസ ലാഭിക്കും. എങ്ങനെ? വി ആർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി.
We don't spend on food at all. പോകുന്ന വഴിക്ക് ഒരു ബന്ധുവിടെ വീട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചാൽ നമുക്ക് അത്ര പൈസ ലാഭം. Bro. Huh? Backward. Bro. ചെറിയൊരു മിസ്റ്റേക്ക്. ബാക്കോട്ട് പോയി. പുറത്തല്ല bro. You work. Wow. Oh. Come bro, come back. No, I'll U-turn bro. ನಿನಗೆ ಗೊತ್ತಿರೋ ಮನೆ Bro, you serious bro? ഞാനാ ശരിയല്ല, നീ പറയണം ബ്രോ. Pagum bola na mo, tumigil ka bro. അപ്പോ അങ്ങനെ നമ്മൾ KR നഗർ എത്തി, നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ഡ്രോപ്പ് ചെയ്ത ശേഷം മനസ്സിലായത് ഇവിടുന്ന് ആയിരുന്നു ഒരാൾ നമ്മളിവിടെ മംഗലാരത്തേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ കാലി പോകുന്ന നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാരുണ്ടാവും. ഒരു 2 ആൾക്കാർ മിനിമം വരും തോന്നുന്നു. കുഴപ്പമില്ല, ആൾക്കാരുടെ നല്ലല്ലേ. എന്തായാലും വെറുതെ ബാക്ക് സീറ്റ് ഫുള്ള് കാലിയാണ്. അവിടെ 2 ആളാവും ഈസി ആയിട്ട്. സെൻട്രൽ സീറ്റും കാലിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫുഡ് കഴിക്കാൻ വേണ്ടല്ലോ, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇവർക്ക് മലയാളം മനസ്സിലായില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. ഈ കാണുന്ന നമ്മളെ ടോബിൻ്റെ അമ്മ. ഫിക്സേ ഓ മെല്ലെ. ഇത് ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ കൊടുത്തതിൻ്റെ സിബ്ലിങ്. ലാസ്റ്റ് വ്ളോഗിൽ ഒരു പട്ടിയെ കൊടുത്തത്, അതിൻ്റെ ആ ബാച്ചത്തെ വേറൊരു പട്ടി. പിന്നെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് കൂടി ഉണ്ട് ഇവിടെ. എന്താ മോള്? ഇത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. മാക്സി എന്തെല്ലാം പിക്സി മാക്സി ടാക്സിയാ. അതെ, ഇത് മാക്സി, ആ ഗോൾഡൻ റിട്രീവർ പിക്സി, മറ്റത് ടാക്സി ആക്കണമായിരുന്നു. പക്ഷെ ടാക്സിന് പേരിട്ടില്ല. അഗ്രസീവ് ഗോൾഡൻ റിട്രീവർ കാണാത്ത ആൾക്കാർക്ക് ഇത് അഗ്രസീവ്. കോൾഗേറ്റ്. എന്റെ അനിയനാണ് അവൻ. അവന്റെ അനിയനാണ് ഇവൻ. 24 വയസ്സേ ഉള്ളൂ. അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ഗൈസ് കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ? അതിലെ കോട്ട് സുട്ടിരിക്കുന്നത് കല്യാൺ. ഇപ്പൊ കോട്ട് സുട്ടിരിക്കുന്നത് അവന്റെ അച്ഛനാണ്. ആ പുള്ളി കണ്ണാടി ഇരിക്കുന്നില്ല. എന്തൊരു മാറ്റം, എന്ത് ലുക്ക് കോട്ട് സൂട്ടില്. ഓ ഇന്ന് ലഞ്ച് മുദ്ദേ ഫാമിലി അടിപൊളി മുദ്ദേ. ഹായ് ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അവർ പോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് 2 ആൾക്കാർ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് പോകുന്ന ഇത്ര ഐഡിയ വണ്ടി കൂടി അങ്ങോട്ട് വളർത്തുന്നുണ്ട്. 2 ആൾക്ക് സീറ്റ് ശരിയുണ്ട്. നമ്മൾ ബാക്കിൽ സുഖമായി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ എങ്ങനെ വേണമെങ്കിൽ ഇരുന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ വണ്ടി ഓടിക്കേണ്ട എന്തെങ്കിലും മാനേജ് ചെയ്യും. കണ്ടന്റ് ദാരിദ്ര്യമുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് കിട്ടി, നല്ല കറുത്ത ഗ്ലാസ്. അന്തരാണെന്ന് തോന്നുന്നു, ഒന്നും കാണുന്നില്ല ബ്രോ എനിക്ക്. അപ്പോൾ രസമല്ലേ, പൊളിയല്ലേ? ഇത് വേണ്ടി 50 രൂപ വാങ്ങിയത്. 50 റുപ്യ കണ്ണാടിക്ക്. എവിടെ നോക്കി? കന്യാകുമാരി ഇപ്പൊ വാങ്ങിയ 50 റുപ്യന്റെ കണ്ണാടിയാണ് ഇത്. കൊള്ളാതെ നല്ല ലുക്കല്ലേ? പിന്നെ ഇത് കോസ്റ്റ്ലി ബ്രോ. 1000 രൂപയുടെ കണ്ണാടി ബ്രോ. എവിടെ നിന്ന് വാങ്ങി ബ്രോ? Somewhere from Bangalore. This guy, very rich guy, he brought 1,000 rupees. He spent $1,000 on that jatre. Rupees. 1,000 rupees on this jatre glass. Shades. We are Bangalore people. Okay. It is not cooling glass. This is Shades. നമ്മുടെ പയ്യൻ നല്ല വിധത്തിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. മുമ്പിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ഫുള്ള് ജാം പാക്കാണ്. full മഴയാണ്, നല്ല മഴയുണ്ട്. വണ്ടി ഫുൾ ജാം പാക്കാണ്. ഇന്ത്യ ഗേറ്റ് ആണ്. ചുഞ്ചുൻകട്ടെ. എന്ത് കട്ടെ? ചുഞ്ചനക്കട്ടെ. ഇതാണ് ചുഞ്ചനക്കട്ടെ. അങ്ങോട്ട് പോകാൻ സമയമില്ല. അതുകൊണ്ട് മൈസൂര് വന്ന ആൾക്കാർക്ക് അറിയാം ഇത് ചുഞ്ചനക്കട്ടയാണെന്ന്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ഇതും ചുഞ്ചനക്കട്ടയുടെ ഗേറ്റ് ബ്രോ. എവിടെ ഒരു ഗേറ്റ് ഉണ്ട്? അല്ലല്ല, അത് വേറെ എന്താ ഗേറ്റ്? ഇതൊക്കെ പ്രാന്തസ്. ആ കാണുന്നതാണ് കാവേരി ബാക്ക് വാട്ടേഴ്സ്. KRS അങ്ങോട്ട് നല്ല അടിപൊളി ഉണ്ട്. പക്ഷെ അവിടെ പോകാൻ പറ്റും.
ഫുള്ള് പാറൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയുണ്ട്. ഒരു ദിവസം വരണം, പോകാൻ പറ്റും. നെക്സ്റ്റ് ടൈം അടുത്തൊരു ബ്ലോഗ് നമ്മൾ അവിടെ നടക്കും. നല്ല അടിപൊളി മഴ, ഫുള്ള് മഴ. എനിക്ക് തല്ലോ എന്തോ വളമില്ലൊരു ചെറിയൊരു പ്രശ്നം. ഈ ഗാർഡ് സെക്ഷന് മൊത്തം തന്നെയാണ്. Hassan district. Hassan district. Bro. Sakleshpura Taluk, Hassan district. Stay with you. ഊർ പേര് ബിസ്ലേ. ഈ ഊര് പേര് ബിസ്ലേ. മെല്ലെ മാധു. That is male orange cat, bro. Notorious criminal. Oh. Male adu. Female bro adu. Male orange cat, that is. Full violent item, that is. Hey. Viper on ആക്കിയിട്ട് പട്ടി വന്നു. Full viper, full mode. സാധാരണ ഈ ഓറഞ്ച് കളർ പൂച്ച, പ്രത്യേകിച്ച് ഈ മെയിൽ പൂച്ച ഭയങ്കര ഡേഞ്ചറസ് പൂച്ചയാണ്. ഇതിനപ്പുറം ഡേഞ്ചറസ് വേറെ സാധനമില്ല. പട്ടീനെ പിന്നെ വിശ്വസിക്കാം, ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇതിൻ്റെ ക്യാരക്ടർ എന്തോ ചെറിയൊരു ഡിഫറൻറ്റ്. ഭയങ്കര ഫ്രണ്ട്ലി, എന്തോ ഒരു സൈക്കോളജിക്കലി ഒരു പ്രോബ്ലം ഉണ്ട്. ഇത്ര ഫ്രണ്ട്ലി പൂച്ച ആവൂല. ഞാൻ കണ്ടു വെച്ച് ഇത്ര ഫ്രണ്ട്ലി പൂച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഓറഞ്ച് പൂച്ച. ഇത് പട്ടീന്റെ കൂടെ വളർന്ന് പട്ടിയെ പോലെ ആയതാന്ന് പറഞ്ഞു. ഷെയ്ക്കൻ്റെയൊക്കെ തരുന്നത്, ഷെയ്ക്കൻ്റെയൊക്കെ തരുന്നത്. ഇതെന്തോ സൈക്കോളജിക്കലി എന്തോ ക്രോസ് ബ്രീഡ് ആയ പൂച്ചയാന്ന് തോന്നുന്നു. Never mind this shit or X. 6:30 ಬಿಸ್ಲೆ ಘಾಟ್ ಕಾಫಿ, ಬಿಸಿ ಬಿಸಿ ಕಾಫಿ, ಮೆಣಸಿನಕಾಯಿ ಬಜ್ಜಿ ಮಾಡಿದೀವಿ. ಇನ್ನೂ ಬಂದಿಲ್ಲ, ಬಿಸಿ ಬಿಸಿ ಮಾಡಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಚಾಯ್ ಉಂಡು, ಕಾಫಿ ಉಂಡು. Flowers music. ഏതാ ഇവിടെ ഒരു പട്ടി, ഇവിടെ ഒരു പട്ടി, അവിടെ ഒരു പട്ടി, മൊത്തം പട്ടികള്. ചേറിന്റെ അടിയിൽ ഒരു പട്ടി, ടേബിളിന്റെ അടിയിലാണ്, ടേബിളിന്റെ അടിയിലും പട്ടി. മൊത്തം മക്കളെ സുഖല്ലേ നിങ്ങൾക്കെല്ലാം? ഒന്നും കാണൂല, പക്ഷെ എന്റെ കണ്ണൊന്നും കാണുന്നില്ല. പക്ഷെ അടിപൊളിയാണ്. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, जाए जिंदगानी कब आएगी तू, चलिया तू चलिया. अंकल नमस्ते. टेम्पल. हर हर महादेव. हर हर महादेव.
Dog is കഴിഞ്ഞു ബ്രോ കാട്ട് കഴിഞ്ഞു ಎಲ್ಲಾದ್ರೂ ತಿಂಡಿ ಸಿಗಬಹುದಾ ಯಾವನೇ ಗೊತ್ತು ಅವನೇ ಗೊತ್ತು. नंबर चेक मैंने मैं तो लाया सर मुंबई ಹೆಸರುಂಟಲ್ಲ ಅಲ್ಲಿ ಫಂಕ್ಷನ್ ಹೋಗೋದ್ರೆ ಎಂತ ಮಾಡುದು ನಾವು ಆಯ್ತು ಸಾರಿ ಆಯ್ತಾಯ್ತು ಅವನೇ ಸಾರಿ ಅವನೇ ಸಾರಿ ಚೈಕಿರ್ವಿ ಆ ಸಾರಿ ಬ್ರೋ സാധനം അവിൽ മിൽക്കാ ചോക്ലേറ്റ് ഫ്ലേവർ ചോക്ലേറ്റ് ഇതെന്താ ബട്ടർ സ്കോച്ചാ എന്തൊക്കെ അവസ്ഥ അവിൽ മിൽക്ക് പക്ഷേ ഇന്റർനാഷണൽ ആയി ഓൾമോസ്റ്റ് മംഗളാരെത്തി ഓൾമോസ്റ്റ് വെച്ചാൽ നമുക്കിനി ഉള്ളാൾ പോകണം നമുക്ക് പോകേണ്ട ഉള്ളാളിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഹോട്ടലിലും കുറവാണ് ഇന്ന് ശനിയാഴ്ച അല്ലേ ഇവർ വെജ് മാത്രമേ കഴിക്കൂ നോൺ വെജ് കഴിക്കൂ അപ്പോൾ വെജ് മാത്രമേ കഴിക്കൂ അപ്പോൾ ഞാൻ അപ്പോൾ അടുത്ത് ഹോട്ടലൊന്നും ഇല്ല നിന്ന് തപ്പണം ഹോട്ടലുണ്ട് തോന്നി റോട്ടിലടിയോ വെജ് നോക്കട്ടെ അവിടെ ഇവിടെ നിന്ന് കയറണം തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ കയറി ഒരു അവിൽ മിൽക്ക് കുടിച്ചു ಅವಿಲ್ ಐಸ್ ಕ್ರೀಮ್ ತಿಂದಿದ್ದೀವಿ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಟೇಸ್ಟ್. ನೀವು ಮಂಗಳೂರಿಗೆ ಒಮ್ಮೆ ಬಂದ್ರೆ ನೀವು ಇಲ್ಲಿ ತಿಂದು ಹೋಗಿ. മിക്സ് ആക്കിയാലേ രണ്ടും മിക്സ് ആക്കിയാ അങ്ങനെ മംഗളൂരെത്തി നല്ല ചൂട് റൂമിലെത്തി നല്ല ചൂട് കൂളർ കിട്ടി രണ്ട് ഫാൻ കറങ്ങുന്നുണ്ട് എന്നിട്ട് നല്ല ചൂട് അപ്പോൾ ഓക്കെ ബൈ അടുത്ത ബ്ലോഗ് കാണാം.